ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി മേക്കപ്പ് ലുക്കും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഹെയർ സ്റ്റൈലുമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ലാക്മിയുടെ 925-ൻ്റെ CC ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഷെയ്ഡ് എന്ന് പറയുന്നത് 03 ബ്രോൺസി, അതായത് ഡസ്കി സ്കിൻ ടോണുകാർക്ക് യൂസ് ചെയ്യുന്ന ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിത് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ ഞാനൊരു ബ്രഷ് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ കുഴപ്പമില്ലാത്ത കവറേജ് നമുക്കിത് കിട്ടും. അധികം ടൈമൊന്നും കിട്ടില്ല, ഒരു 2-3 മണിക്കൂറൊക്കെ കുഴപ്പമില്ലാത്ത കവറേജ് നമുക്ക് കിട്ടും. ഓഫീസിൽ പോകുന്നതും അതുപോലെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ CC ക്രീമാണിത്. പിന്നെ അതുപോലെ നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ എന്താണ് തോന്നിയതെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസാണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാക്മിയുടെ CC ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. കാരണം ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഐ മേക്കപ്പിന് പ്രത്യേക ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് കാണുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. നമുക്ക് ഷോപ്പിലും കിട്ടാവുന്ന പ്രോഡക്റ്റ്സുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മേക്കപ്പ് ചെയ്യാന്നുള്ളത് നമ്മളുടെ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുക. അതുപോലെ പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ മെബിലിൻ ന്യൂയോർക്കിൻ്റെ കാജലും അതുപോലെ തന്നെ മസ്കാര പിന്നെ ഐലൈനറുമാണ് ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഷാഡോ സത്യത്തിൽ ഐലൈനർ ചെയ്യുന്നതിന് മുമ്പെയാണ് ഐ ഷാഡോ ഉപയോഗിക്കേണ്ടത്, പക്ഷേ ഞാനത് മറന്നുപോയി. അപ്പോൾ അത് കാരണം ഞാൻ ഐലൈനർ എഴുതിയതിന് ശേഷമാണ് ഐ ഷാഡോ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കോമ്പാക്ട് പൗഡർ, ലാക്മിയുടെ തന്നെ ഡസ്കി സ്കിൻ ടോണുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ കോമ്പാക്ട് പൗഡർ തന്നെയാണ്. അത് വെച്ചിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. 150 രൂപ മാത്രമേ ആ കോമ്പാക്ട് പൗഡറിന് റേറ്റ് ഉള്ളൂ. അതുപോലെ തന്നെ ഈ ലാക്മിയുടെ 925-ൻ്റെ CC ക്രീമിനും 110 രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഐടെക്സിൻ്റെ തന്നെ ഒരു പൊട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഒരു കമ്മലിൻ്റെ സെറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു മൊട്ട് കമ്മലുമാണ് ഇടാനായിട്ട് എടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുള്ള കമ്മലാണ്. കമ്മൽ മുട്ടിൻ്റെ സെറ്റാണ്, അതായത് സിൽവർ കളേഴ്സും അതുപോലെ തന്നെ ഗോൾഡൻ കളേഴ്സും കൂടെ ആയിട്ടുള്ള 24 എണ്ണത്തിൻ്റെ സെറ്റാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല കമ്മലാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. സൈഡ് പാർട്ടീഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സൈഡ് പാർട്ടീഷൻ വെച്ചിട്ട് രണ്ട് സൈഡിലും, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഞാൻ കൂടുതലും സൈഡ് പാർട്ടീഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള മുടി ട്വിസ്റ്റ് ചെയ്തിട്ട്, അതായത് പിരിച്ചിട്ട് കുറച്ച് മുടി എടുത്ത് പിരിക്കും, അത് അതിൻ്റെ കൂടെ ജോയിൻ്റ് ചെയ്ത് ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
പിന്നീട് ബാക്കിയുള്ള തലമുടി ഞാൻ പിന്നി ഫ്രണ്ടിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്. കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഞാൻ മേക്കപ്പ് ലുക്കിൻ്റെ കൂടെ ഹെയർ സ്റ്റൈലും കൂടെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ട്വിസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന പാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ച് വെക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. രണ്ട് സൈഡിലും ചെറിയ പാർട്ടീഷനാണ്, സൈഡ് പാർട്ടീഷനാണ് എടുത്തിരിക്കുന്നത് കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടുതലും മുടി, റൈറ്റ് സൈഡിൽ കുറച്ചും കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയൊരു പാർട്ടീഷൻ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കിയുള്ള മുടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ആർക്കും ചെയ്യാൻ, ഇത്ര ലോങ് ഹെയർ ആണെങ്കിലും ഷോർട്ട് ഹെയർ ആണെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണിത്. അതുപോലെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. ഞാനിതിലൊരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് നമ്മുടെ മൈഗ്ലാമിൻ്റെ ഒരു പോപ്പ് എക്സോ എന്നുള്ള ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കാണ്. അതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഹൈപ്പ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. വളരെ ലൈറ്റായിട്ടുള്ള, അധികം മാറ്റായിട്ടുള്ളതല്ല, എന്നാലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. ആ സെറ്റിന് വേണ്ട 150 അത്ര റുപ്പീസ് മാത്രമേ റേറ്റ് ഉള്ളൂ. അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. വലിയ കുഴപ്പമില്ലാത്തൊരു ചെറിയ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാലോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.